വർക്കല കക്കോട് കമലയുടെ വീടിന്റെ മുറ്റത്തെ കുഴിമാടത്തിലെ മണ്ണുണങ്ങിയിട്ടില്ല. ഭക്ഷ്യവിഷബാധയേറ്റ് മരിച്ച വിജു എന്ന 24-കാരന്റെ കുഴിമാടമാണിത്. ഇയാൾക്ക് തലയ്ക്കൊരു ബോധം വന്ന് ഇവ അവിടെ കിടക്ക് ഛർദ്ദിച്ച് കൊച്ചിട്ട് കട്ടകെട്ട് കുടിക്കാന്ന് പറഞ്ഞ് വല്ലതും കാണാം. എൻ്റെ കുട്ടിയുടെ തൊട്ടടുത്ത് വട്ടി കിടക്കുന്നതാണ് അവൻ കാണുന്നത്. അപ്പോഴേക്കൊന്നും തള്ള പോലും അറിയുന്നത്. എൻ്റെ വണ്ടി മരിച്ച് വിറച്ച് കിടക്കണ എങ്ങോട്ട് കാണുന്നത്. വന്നിട്ട് ഒരു വിളി പോലും എന്നെ വിളിച്ചില്ല, അമ്മാന്നൊന്നും വിളിച്ചില്ല. വിശന്നിട്ട് കഴിച്ചതാണ്, വിഷമാണെന്നറിഞ്ഞില്ല. ഭക്ഷ്യവിഷബാധയേറ്റ് ഒരാൾ മരിച്ചിട്ട് ആ മൃതദേഹം സംസ്കരിക്കാൻ 4 ദിവസമെടുത്തു. അതിന് കാരണം ആ കുടുംബത്തിൽ മൃതദേഹം ഏറ്റുവാങ്ങാൻ ആരും അവശേഷിച്ചിരുന്നില്ല. എല്ലാവരും ആശുപത്രി കിടക്കയിലായി പോയി. അപ്പൊ പിന്നെ മൃതദേഹങ്ങളെല്ലാം അവിടെ കിടക്കയില്ലേ, കിടക്കുന്നതുകൊണ്ട് പിന്നെ അവരെ ബോഡി ഏറ്റുവാങ്ങണ്ടേ. അതുകൊണ്ടാ ശനിയാഴ്ചത്തേക്ക് ആക്കിയത്. മകന്റെ സംസ്കാര ചടങ്ങ് നടക്കുമ്പോൾ അമ്മ ആശുപത്രിയിലായിരുന്നു. കടയിൽ നിന്നും വാങ്ങിയ ബൺ കഴിച്ചതിനെ തുടർന്ന് ഇവർക്കെല്ലാവർക്കും ഭക്ഷ്യവിഷബാധയേറ്റു എന്നാണ് പ്രാഥമിക നിഗമനം. ചായ കുടിക്കുന്ന സമയത്താണ് നമ്മൾ ഈ ഭക്ഷണം പേടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ചായയുടെ കഴിക്കുക ചെയ്തു. രാത്രി അതുമില്ല കിടന്നുറങ്ങിയ സമയത്ത് തന്നെ ഇതുപോലെ ഛർദിലും വിളക്കൊക്കെ വന്നത് സാധാരണ വന്നതായിരിക്കും വിചാരിച്ച് ഞാൻ ഇനി ഛർദിച്ച് കഴിയുമ്പോൾ ഇവിടെയും ഛർദിക്കുന്നുണ്ടായിരുന്നു. പിന്നെയും വന്ന് ഇതേപോലെ വെളുപ്പിൽ രാവിലെ ആയിട്ട് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് അവരുടെ അവസ്ഥ തന്നെ കിടക്കുന്നു മിണ്ടാ കിടക്കുന്നു, വേറൊന്നും പറയുന്നില്ല. അടുത്ത് നോക്കിയപ്പോഴത്തേക്ക് മരിച്ച് കിടക്കുന്നു. പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലെ ചികിത്സയ്ക്ക് ശേഷം കഴിഞ്ഞ ദിവസമാണ് വിജുവിന്റെ അമ്മയും ഇളയ സഹോദരനും സഹോദരിയും വീട്ടിലേക്ക് മടങ്ങിയത്. ഏറ്റവും മൂത്ത സഹോദരൻ ഇപ്പോഴും ആശുപത്രിയിലാണ്. ഇതുപോലുള്ള മരണങ്ങൾക്ക് ആരുത്തരവാദിത്തം പറയുമെന്നുള്ളതാണ് പ്രധാന ചോദ്യം. വിജുവിന്റെ മരണം ഭക്ഷ്യവിഷബാധയേറ്റ എന്ന് ശാസ്ത്രീയമായി ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ഭക്ഷ്യസുരക്ഷാ വിഭാഗം പരിശോധനാ ഫലത്തിനായി കാത്തിരിക്കുകയാണ്. അത് വന്ന ശേഷം മാത്രമേ ഈ കുടുംബത്തിന് നഷ്ടപരിഹാരത്തിന്റെ നിയമസാധ്യത തേടാനാകൂ. ബൺ കാലാവധി കഴിഞ്ഞതാണെന്ന സംശയവുമുണ്ട്. അങ്ങനെയെങ്കിൽ നഷ്ടപരിഹാരം കിട്ടാനുള്ള സാധ്യത പിന്നെയും കുറയും. നിയമത്തിന്റെ സാങ്കേതികത്വത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ് മുൻപ് മരണപ്പെട്ട പലർക്കും ലഭിക്കേണ്ട നഷ്ടപരിഹാരങ്ങൾ. ഡേറ്റ് കഴിഞ്ഞതും പഴകിയതുമൊക്കെയായ ഭക്ഷണങ്ങൾ നാട്ടുകാർക്ക് വിളമ്പുന്ന ഹോട്ടലുകാരും ബേക്കറിക്കാരുമൊക്കെ ഒന്നോർക്കണം. നിങ്ങളും നിങ്ങളുടെ കുടുംബാംഗങ്ങളും ഇടയ്ക്കെങ്കിലും പുറത്തുനിന്നൊക്കെ ഭക്ഷണം കഴിക്കുന്നവരാണെന്ന്. വർക്കലയിൽ നിന്നും രതീഷിനൊപ്പം അമൽ തേനപ്പറമ്പിൽ, മാതൃഭൂമി ന്യൂസ്.